ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി പറഞ്ഞു. ഞാൻ കണ്ണൂർ ഷെയ്ഖിന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ ഷെയ്ഖിന്റെ പ്രത്യേകത വെച്ചു. അയാൾ അർദ്ധരാത്രിയെ കുളിക്കുള്ളൂ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത് കട്ടക്കാലം നീ വരാൻ പോണെന്ന് അറിയില്ല. അർദ്ധരാത്രിയെ കുളിക്കുള്ള വെളുക്കുണ്ടാവില്ല, ടോർച്ചൊന്നും പറ്റൂല, മെഴുകുതിരി കത്തിച്ചിട്ട്, അതും പോയിട്ടേ കുളിക്കുള്ളൂ. എന്നിട്ടോ സാധാരണ എല്ലാവരും മുങ്ങിനോടത്തല്ല മുങ്ങുക, കാടും പൊന്തിയൊക്കെ നിറഞ്ഞോടത്ത മുങ്ങുക. മെഴുകുതിരിയാണേ. എന്നിട്ട് മൂപ്പര് ഒറ്റയ്ക്ക്, മൂപ്പര് കൂടെ ആരും മുങ്ങാൻ പാടില്ല. ഷെയ്ഖിന്റെ ഒരു മുങ്ങിയാലോ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ പൊങ്ങുള്ളൂ. ഞാൻ പറയുന്ന എൻ്റെ ഷെയ്ഖ് തവളയിക്കാരൻ നിർത്തി, അത്ര മുങ്ങാൻ കഴിയണമല്ലോ, വേറെ ആരുമില്ല. അങ്ങനെ പറയാൻ പറ്റിയ ആളാണ്. അപ്പൊ മൂപ്പർക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയുടെ ചങ്ങായി അവിടെ എവിടെയെങ്കിലും മുങ്ങിയിട്ട് ഒരു 1.5 ഉള്ളിൽ പൊന്തിക്കുണ്ടാവും. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് പൊങ്ങ് കഴിക്കാറ്. നിങ്ങൾ ടോർച്ച് കൊണ്ടാവാൻ പാടില്ല, വെളുക്ക് പാടില്ല, കാറ്റത്ത് കേട്ടിട്ട് ഒരു മെഴുകുതിരി അർദ്ധരാത്രി കത്തിച്ച് പോയി. നിങ്ങളത് കെടാതെ ഉത്തർക്കുമ്പോൾ ഇയാൾ മുങ്ങണവും പൊങ്ങണവും നിങ്ങൾ കാണുമോ? ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്തോ ഒഴിവായിക്കണാറില്ല. എന്ത് ചോദിച്ചു? നിങ്ങൾ വെറുതെ തരാം 1.5 ഉള്ളിൽ പൊന്തിക്കുക, നിങ്ങൾ കണ്ടുപിടിച്ച് ചേർത്ത്. അപ്പൊ അതിൻ്റെ പെടാൻ പോണ ഇതാണ് അവസ്ഥ. ഇതിന്റെ അസലും ഫസലും ഒന്ന് പഠിച്ചിട്ടും മനസ്സിലായി. അല്ലാതെ നമ്മളെ കോമാണ്ടിന്റെ ഷെയ്ഖറ്റാണോ? സ്വഭാവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ വെച്ച് തോന്നണേ കോമാണ്ടിന്റെ ഷെയ്ഖാന്നാ. ഇയാള് അർദ്ധരാത്രിയെ കുളിക്കുള്ളൂ, അതന്നെ മെഴുകുതിരി കത്തിച്ചാണ്ടാ പോവുക. പുഴയെന്നാണ് കുളിച്ചാൽ മൂപ്പര് മാത്രമേ മുങ്ങാൻ പാടുള്ളൂ. അപ്പൊ എവിടുന്നാണ് കാട് മൂടിക്കിടക്കണോടത്താണ് മൂപ്പര് മുങ്ങുക. അപ്പൊ സംഭവം അത് ഇങ്ങനെ നോക്കുമ്പോ മൂപ്പര് മുങ്ങണത് കാണാം. പിന്നെ വല്ല അപ്പുറത്ത് കാടിന്റെ അപ്പുറത്ത് പോയാണ്ട് ഇങ്ങനെ നീച്ചിക്ക. പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ പൊന്തുള്ളൂ. അപ്പൊ എന്താ സംഭവം, കാടിന്റെ അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം മുങ്ങി അപ്പുറത്ത് കൂടെ ഒന്നാണ് പൊന്തുക. 4 മണിക്കൂറൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ അടുക്കുക. അതെങ്ങനെ സംഭവമാക്കാണ്. ഇതേ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുത്തുബിയത്ത് നടക്കുമ്പോ ഒരു ചങ്ങായി, നമ്മളെ കോമാണ്ടി തന്നെയാണ്, പെരേന്ന് വല്ല അപ്പുറത്ത് കൂടെ ലൈറ്റ് ഓഫ് ആക്കി അടുത്ത് അപ്പുറത്ത് കൂടെ പോയാണ്ട് വായക്കൊണ്ടേ ഒളിച്ചു തുറന്ന കഥ നിങ്ങൾ കേട്ടില്ലേ? മൗലാനാ യാ മൗലാനാ മൗലാനാ യാ മൗലാനാ മൗലാനാ യാ മൗലാനാ
ശൈഖി ഗുരുവത്തോർ വലിയുള്ള ശൈഖി ഗുരുവത്തോർ വലിയുള്ള മൗലാനായ മൗലാന മൗലാനായ മൗലാന മൗലാന യാ മൗലാന ശൈഖി ഗുരുവത്തോർ വലിയുള്ള ശൈഖി ഗുരുവത്തോർ വലിയുള്ള. കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെക്കുറിച്ച്, ആ ഈസ നബിയെ കുറിച്ച് പറഞ്ഞതിന് ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. അതൊന്നും വെച്ച് ഈ സത്യത്തെ മൂടി കളയാമെന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കും. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്. എന്നിട്ട് ബാഗ്ദാദിക്ക് പോയതേനില്ല മൊയ്തീൻ ഷേഖിന്റെ അടുത്തേക്ക്. സാധാരണ കുത്തുബിയത്തെല്ലുമ്പം മൊയ്തീൻ ഷേഖ് അവിടെ ഹാജരാവലാണ്. ഇത് മൊയ്തീൻ ഷേഖിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുക ബാഗ്ദാദിക്ക്. കുത്തുബിയത്ത് തുടങ്ങിയതിന് ശേഷം എല്ലാവരും യാ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചപ്പം മൊയ്തീൻ ഷേഖ് അവിടെ ഹാജരാവലാണല്ലോ, അതിനാണല്ലോ വിളിക്കണേ. പക്ഷെ ഈ കോമാണ്ടി എന്ത് ചെയ്തിക്കാണ്, ബാഗ്ദാദിക്ക് പോയി കാണാനോ, എവിടെ പോയി കുത്തിറക്കണം, വായക്കൊണ്ടേ പോയി കുത്തിറക്കുക. എന്നിട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം കുത്തുബിയത്ത് കഴിയാൻ നേരത്തെ ഇങ്ങനെ വെച്ചാലോ, ഞാനേ ബാഗ്ദാദിൽ പോയത് ഇനി അറിഞ്ഞാണ്ട് അപ്പോഴെല്ലാം പെരക്കാരെ കണ്ടുപിടിച്ച് അയച്ചായി വായക്കൊണ്ടേ കുത്തിറക്കേനി എന്നുള്ളത്. അപ്പൊ അതേമാതിരിയാണ് പൈസ ഇതിച്ച് തോന്നുന്നു കോമാണ്ടിന്റെ ഷേഖന്റെ ഇക്കാരം. വല്ലാത്ത ജാതി തന്നെ ഇട്ടിട്ടുകള്. ജാതി ഓരോ കള്ളന്മാര് പൊന്തി വരും. നോക്കിയാണ് നിങ്ങള്. തൊട്ടിട്ട് കളിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർത്തിയാൽ ഓന്നു ഞങ്ങൾ മുറിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ ലിംഗത്തിമ്മ കളിച്ചിട്ടൊന്നും ഈ ഏർപ്പാട് നിർത്താൻ സമ്മതിക്കൂല. ഇസ്ലാം കുടുസല്ല, ഇസ്ലാം ഒരു സങ്കുചിതമായതല്ല, ഇസ്ലാം യുസ്റാണ്, ഇസ്ലാം എളുപ്പമാണ്. ഇത് അനുഭവിച്ചറിഞ്ഞ മശായിഖന്മാർ, ഇത് അനുഭവിച്ചറിഞ്ഞു മശായിഖന്മാരെ ഹളറത്തിൽ നിന്ന് അവരോടൊപ്പം ചേർന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൂഫിയാക്കളുടെ വഴിയാണ് സ്നേഹത്തിന്റെ വഴി. അവരുടെ സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവം, അവരുടെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ. ഇത് മനസ്സിലാക്കിയപ്പോ ഇപ്പൊ നമ്മളെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഒരുപാട് ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ സമീപ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഡൽഹിയിൽ വെച്ച് വലിയൊരു സൂഫി സമ്മേളനം സംഘടിപ്പിച്ചു. സൂഫി സമ്മേളനം. അങ്ങനെ സൂഫിയാക്കളെ പ്രൊമോട്ട് ചെയ്ത് സൂഫിയാക്കളുടെ പേരിൽ ഒരു സമ്മേളനം തന്നെ സംഘടിപ്പിച്ചു. അത് അദ്ദേഹം ചെയ്തത് ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. അവിടെ പാട്ട് നടക്കുന്നു, അവിടെ നിങ്ങൾ പറഞ്ഞ സംഭവമൊക്കെ നടക്കുകയാണ്. അപ്പൊ നേരത്തെ ഉത്തരേന്ത്യയിൽ നിന്ന് ആ മജ്ലിസിൽ പങ്കെടുത്ത് ആടിയ ചില ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ കണ്ടപ്പോ അവരതിന്റെ കൂട്ടത്തിലാടി. നമ്മളെ ചില ആളുകൾ അതിലാടി. അവർക്ക് നേരത്തെയുള്ള പരിചയത്തിൽ ആടിയതാണ്. പക്ഷേ പിന്നീട് ഉസ്താദ് അവറുകളും ഞങ്ങൾക്ക് അതിന്റെ വീഡിയോ കണ്ടു. അപ്പൊ അതിന്റെ ആട്ടത്തിനും അതിന്റേതായ രൂപത്തിനും പറഞ്ഞ ഷർത്തുകളും അതിന്റെ നിലപാടുകളും തെറ്റിച്ചതുകൊണ്ട് ആ ആടിയതും
അവിടെ ആ രൂപത്തിൽ ചാടിയതുമൊക്കെ ഖത്വൻ ഹറാമാണ്, അത് തെറ്റ് തന്നെയാണ് എന്ന് വിളിച്ചു പറയുന്നവരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അത് അൻവരി ഉസ്താദിന്റെ വീട്ടിലാണ്, അലി അഹ്സനിയുടെ വീട്ടിലാണ്, അത് തെറ്റായാലും ന്യായീകരിക്കും. അത് ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ പഠിപ്പിച്ചത് അതിന് സൂഫിയാക്കൾ ഈ ഖവ്വാലി നടത്താൻ, സിമാ നടത്താൻ പറഞ്ഞ ഷർത്തുകൾ അവിടെ വെക്കാത്തത് കൊണ്ട്, അവിടെ കൂടേണ്ടവർ അല്ലാത്തവർ കൂടിയതുകൊണ്ടും ആ നടത്തിയത് തെറ്റ്. ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013 ശേഷമുള്ളത് നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണല്ലോ. പിന്നെ ഈ ഖുറാഫാത്തെന്നും ജാഹിലിയത്തെന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചു മറുപടി പറയാം. അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും.